ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ സെക്ഷൻ ഓഫ് ആൽമോസ് പി സി ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സിലെ എക്സ്പൊണൻസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. എക്സ്പൊണൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരു വീഡിയോ എടുത്തിരുന്നു. അത് ഐഡൻറ്റിറ്റീസിനെ പറ്റിയായിരുന്നു. അതിനകത്ത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും ഒരു റിവിഷന് വേണ്ടി ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാം, എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ ഒരു നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണത്? 3⁻90. ഇതിനകത്ത് 3 എന്ന് പറയുന്നത് ബേസ് ആണ്. മലയാളത്തിൽ ആധാരം എന്ന് പറയും. മണ്ടയിൽ കൊടുത്തിരിക്കുന്നതിനെ നമ്മൾ പവർ എന്ന് പറയും. അതിന്റെ മലയാളം എന്താണ്? കൃതി എന്നാണ്. ഇനിയോ ഈ എക്സ്പോണൻസ് എന്നുള്ളതിന് മലയാളത്തിൽ കൃത്യംഗങ്ങൾ എന്നും പറയും. ഞാനിത് കൃത്യമായി പറയാൻ കാരണം PSC മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എന്തുണ്ട് ചോദിക്കുന്നുണ്ട്. ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നുണ്ട്. 10th +2 ഒക്കെ എന്താ മലയാളത്തിലും ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു PSC എഴുതിയുന്ന ഉദ്യോഗാർത്ഥി എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും ഒക്കെ തന്നെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞത്. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാം ഞാൻ പറയുന്നത് ട്രിക്ക് വഴിയാണ്. കാരണം PSC എഴുതുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ എഴുതി ചെയ്യുന്നതിന് പ്രത്യേക മാർക്കൊന്നും കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ട്രിക്ക് ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാം, പ്രത്യേകിച്ച് മാത്സിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 3⁻19 എത്ര കൂട്ടിയാൽ 3⁻20 കിട്ടും? ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, രണ്ടിൻ്റെയും ബേസ് സെയിം ആണല്ലേ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടിൻ്റെയും ബേസ് സെയിം ആയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ബേസിൽ നിന്ന് 1 കുറയ്ക്കുക. ഇവിടുത്തെ ബേസ് ഏതാണ്? 3 ആണല്ലേ? അപ്പം ആ 3യിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? 2 വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യത്തെ പവർ എഴുതണം. ആദ്യത്തെ പവർ എഴുതുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സ്പോണന്റ് അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് 3⁻19 എന്നാണ്. അപ്പം അതിന്റെ ആൻസർ വരുന്നത് എന്താണ്? 2 × 3⁻19 കിട്ടും. അത് മനസ്സിലായല്ലോ? വളരെ എളുപ്പമാണ്. ആദ്യത്തെ ബേസിൽ നിന്ന് രണ്ടിന്റെ ബേസ് സെയിം ആയിരിക്കണം. അതാണ് റൂള്. അങ്ങനെ സെയിം ആയിട്ട് വന്നാൽ അതിൽ നിന്ന് 1 കുറയ്ക്കുക, ആദ്യത്തെ കൃത്യംഗം എഴുതുക. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട്സ് എഴുതുമ്പോൾ ഇത് ഉപകാരപ്പെടും. അല്ലെ ഇത് നോക്കിയാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. എന്താണ് കൊടുത്തിരിക്കുന്നത്? 60⁵501 എത്ര കൂട്ടിയാൽ 60⁵502 കിട്ടും? ഇനി ഇത് ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. 60⁵501 + ഡാഷ് = 60⁵502. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ബേസിൽ നിന്ന് 1 കുറയ്ക്കുക. അവിടെ 60 ബേസ്. 60ൽ നിന്ന് 1 കുറച്ച 59. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ പവർ അല്ലെങ്കിൽ ആദ്യത്തെ എക്സ്പോണന്റ് എഴുതി വെച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ എക്സ്പോണന്റ് എന്താണ്? 60 × 501 എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എത്ര വരും? 59 × 60⁵501 എന്ന് വരും. അപ്പൊ അത് മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വളരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. നമുക്കത് നോക്കാം. നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 2⁻x = 128 ആയാൽ 2⁻x = 128 ആയാൽ എക്സിന്റെ വിലയാണ് ചോദിക്കുന്നത്. എന്താണ്? പവറിന്റെ വിലയാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ 2വിന്റെ എത്രാമത്തെയോ പവറാണ് 128 എന്ന് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവരങ്ങനെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ 128നെ 2വിന്റെ പവർ ആക്കണം. അപ്പം അതിന് നമുക്ക് ഒരു വിദ്യയുണ്ട്. എന്താണത്? LCM കണ്ടുപിടിക്കുക, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എങ്കിലും ഞാനൊന്ന് പറയാം. 128 എഴുതുക. 128നെ 2വിന്റെ പവർ ആക്കണം. 2 കൊണ്ട് ചെയ്യുക. 2 6 12, 2 4 8. നെക്സ്റ്റ് വണ്ണിലോ 2 3 6, 2 3 6, 2 2 4. പിന്നെ അതിനെ 2 കൊണ്ട് ചെയ്യുക. 2 1 2,
2 വരുന്നുള്ളൂ, 3 അവിടെ ഉണ്ട്. അപ്പം 3ൽ നിന്ന് 2 പോയി 1, ആ 1 ഇപ്പുറത്തോട്ട് വന്ന് അത് 12 ആകും. 12 ആകുമ്പം 2ൽ എത്ര പ്രാവശ്യമുണ്ട്? 12, 6 പ്രാവശ്യമുണ്ട് അല്ലേ. പിന്നെ കിടക്കുന്ന നമ്പർ 16 ആണ്. എല്ലാവർക്കും ടേബിൾ പഠിച്ച എല്ലാവർക്കും അറിയാം 2 8s ആണ് 16 എന്നറിയാം. പിന്നെയോ 2 4s are 8, 2 2s are 4, വീണ്ടും 2 1s are 2. സത്യത്തിൽ LCMന്റെയും പ്രൈം ഫാക്ടറൈസേഷന്റെ ഒക്കെ ഒരു റൂളെന്ന് വെച്ചാൽ 1 കിട്ടുന്നിടം വരെ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇനി എന്താ ചെയ്യണ്ടേ? 2ന്റെ പവർ അല്ലേ നമുക്ക് ആക്കണ്ടേ? ഒന്ന് എണ്ണി നോക്കിക്കേ, എണ്ണി നോക്കുക. 1 2 3 4 5 6 7, 7 പ്രാവശ്യം 2 വരുന്നുണ്ടല്ലേ. അപ്പം നമുക്കത് എങ്ങനെ എഴുതാൻ സാധിക്കും? 2⁻7 എന്ന് എഴുതാനായിട്ട് സാധിക്കും. 2⁻7 എന്ന് എഴുതാൻ സാധിക്കും. നോക്കൂ, 2⁻x = 128, 2⁻x = 2 എത്രാമത്തെ പവർ എന്നാണ് നമുക്ക് കിട്ടിയേ? 7th പവർ എന്നാണ് കിട്ടിയത്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ വില എന്ന് പറയുന്നത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. 4⁻n = സോറി 1 മിനിറ്റ്. 4⁻n = 1024. 4⁻n = 1024 എഴുതി വെച്ചാൽ മതി. 4⁻n = 1024 ആയാൽ എന്നിന്റെ വില കണ്ടുപിടിക്കുക. എളുപ്പമല്ലേ? കാരണം 1024 എന്ന് പറയുന്നത് 4ന്റെ എത്രാമത്തെയോ പവറാണ്. അപ്പൊ ആ 4 കൊണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട, അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിന്റെ ബാക്കി പറയുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സെക്ഷനിൽ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇതുപോലെ ഇടാനായിട്ടൊരു ഒരു പ്രചോദനമാകത്തുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.